ഉയർന്ന ചൂടിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. കൊല്ലത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. അതിരൂക്ഷമായ ജലക്ഷാമമാണ് കൈനഗരി പഞ്ചായത്തിലെ 15 വാർഡുകൾ നേരിടുന്നത്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് പാലക്കാട് DMO ഡോക്ടർ KR വിദ്യ 24നോട് പറഞ്ഞു. 41-42 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്ഥലങ്ങൾ പോലും നമ്മുടെ ജില്ലയിലുണ്ട്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ തൊപ്പി, കുട അല്ലെങ്കിൽ കുടയും പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ വാട്ടർ ബോട്ടിലും ഇതൊക്കെ എടുത്തിട്ട് വേണം, കുപ്പിവെള്ളം എടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ കുറച്ചുകൂടി പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്, അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന്, ഹരികൃഷ്ണൻ കൈനകരിയിൽ നിന്നും ചേരുന്നു. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ്, ഉഷ്ണതരംഗം തുടരുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? വേണു, തീർച്ചയായും അതായത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളും ഇത്ര രൂക്ഷമായ രീതിയിൽ താപനിലയെ അഭിമുഖീകരിക്കുന്നത്. അത്യുഷ്ണമാണ് എല്ലാ മേഖലകളിലും രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന കണക്കുകൾ. തുടർച്ചയായ 4ാം ദിവസമാണ് പാലക്കാട് ജില്ലയിൽ ഇന്നലെ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. പാലക്കാടിന് പുറമെ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലും ഇന്നലെ ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട് 41.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട്. തൃശ്ശൂർ വെള്ളാനിക്കരയിലാകട്ടെ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.5 ഡിഗ്രി സെൽഷ്യസ് അധികം ചൂടാണ് തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയത്. കൊല്ലത്തും സമാനമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. ഇന്നലെ കണ്ണൂർ എയർപോർട്ടിൽ 39.2 ഡിഗ്രി സെൽഷ്യസ്, പുനരൂരിൽ 38.6 ഡിഗ്രി സെൽഷ്യസ്, ആലപ്പുഴയിൽ 38.3 ഡിഗ്രി സെൽഷ്യസ്, കോട്ടയത്ത് 37.5 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 38.1 ഡിഗ്രി സെൽഷ്യസ്. അതായത് 36-നും 37-നും 38-നും ഒക്കെ മുകളിലേക്ക് വടക്കൻ കേരളത്തിലെയും അതുപോലെ മധ്യ കേരളത്തിലെയും ഒക്കെ പല ജില്ലകളിലും ചൂട് എത്തുന്നു എന്നുള്ളതാണ്. പാലക്കാട് മുണ്ടൂർ IRTCയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ചൂട് 41.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഔദ്യോഗിക റെക്കോർഡിൽ ഈ കണക്കുകളാണെങ്കിൽ പോലും ചില ജില്ലകൾ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ അതിതീവ്രമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത്. ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്ന ജില്ലകളുടെ പട്ടികയിലേക്ക് ഒരുപക്ഷെ ഈ ജില്ലകൾ കൂടി വരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ കാണുന്നത്. പക്ഷേ ആ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ പാലക്കാടും തൃശ്ശൂരും കൊല്ലത്തും മാത്രം എന്നുള്ളതേ ഉള്ളൂ. അത് സാങ്കേതികമായ കാര്യം മാത്രമാണ്. ഈ ചൂട്, അതായത് അതിശക്തമായ, അതിതീവ്രമായ, അസഹനീയമായ ഈ ചൂട് സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം അറിയിച്ചിട്ടുള്ളത്. 12 ജില്ലകളിൽ ഈ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ 3 ജില്ലകൾ കൂടാതെ കോഴിക്കോട്, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രവചനമാണ് വരുന്നത്. അതിനർത്ഥം അതീവ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് ഈ 2 ജില്ലകളിൽ, അതായത് പാലക്കാടിന് പുറമെ തൃശ്ശൂർ കൂടി ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ ആരോഗ്യ വകുപ്പും ഒക്കെ ഈ അസഹനീയമായ ചൂടിനെ കാണുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഉഷ്ണതരംഗം മൂലം സംസ്ഥാനത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് ഒരുപക്ഷെ കടക്കേണ്ടി വരുമെന്ന് ഇന്നലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് എന്നുള്ളത് അത് റെഡ് അലേർട്ടിലേക്ക് മാറുകയാണെങ്കിൽ പകൽ സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ പോലും പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24നോട് പറഞ്ഞത്. ആ തരത്തിലായിരിക്കും നിയന്ത്രണങ്ങൾ. നിലവിൽ തന്നെ പാലക്കാട് വിവിധ നിയന്ത്രണങ്ങൾ ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ തൃശ്ശൂരിൽ ഇന്നുകൂടി ഈ താപതരംഗ മുന്നറിയിപ്പ് അല്ലെങ്കിൽ താപതരംഗം സ്ഥിരീകരിക്കുകയാണെങ്കിൽ തൃശ്ശൂരും സമാനമായ നിയന്ത്രണങ്ങളിലേക്ക്, അതായത് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയതുപോലുള്ള നിയന്ത്രണങ്ങൾ, അതുപോലെ ആശുപത്രികളിലെ ഈ മുതിർന്ന പൗരന്മാരും ഗുരുതരമുള്ള രോഗം ഉള്ളവരും അതുപോലെ മുതിർന്ന ആളുകളും ഗർഭിണികളും ഒക്കെ ചികിത്സയിലുള്ള ആശുപത്രി വാർഡുകളിൽ കൂളർ സ്ഥാപിക്കുക, അതുപോലെ വയോജന കേന്ദ്രങ്ങളിൽ കൂളർ സ്ഥാപിക്കുക തുടങ്ങി ഈ പാലക്കാട് ഏർപ്പെടുത്തിയ അതേ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ, അതേ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ തൃശ്ശൂർ കൂടി നടപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ അതിന് 1-2 ദിവസം കൂടി ഉഷ്ണതരംഗം ആ ജില്ലയിൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും അത്യുഷ്ണം തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അതേസമയത്ത് ചിലയിടങ്ങളിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഇന്നലെ തെക്കൻ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ
വേനൽമഴ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മലയോര മേഖലയിലൊക്കെ വേനൽമഴ ലഭിച്ചിരുന്നു. ആ തരത്തിൽ മലയോര മേഖലകളിൽ, അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ വേനൽമഴയ്ക്ക് ഇടത്തരം വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമുണ്ടെങ്കിലും മലയോര മേഖലകളിലായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ഈ വേനൽമഴയ്ക്ക് സാധ്യതയുള്ളത്. അതും സാധാരണ നേരിയ വേനൽമഴയ്ക്കായിരിക്കും സാധ്യത. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നൽ ഏറ്റുകൊണ്ടുള്ള അപകടങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ടും ഗൗരവമുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ അറബിക്കടൽ ഇങ്ങനെ ചുട്ടു പഴുത്തു കിടക്കുകയാണ്. ഉയർന്ന തിരമാല, അത് കടലാക്രമണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഉയർന്ന തിരമാലയാണ് അറബിക്കടലിൽ ഉണ്ടാവാൻ സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നുണ്ട്. ഏതാണ്ട് 1.6 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്ക് കേരള തീരത്തും അതുപോലെ തെക്കൻ തമിഴ്നാട്, വടക്കൻ തമിഴ്നാട് തീരത്തും സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കൂടി നിർദ്ദേശം വരുന്നുണ്ട്. വേണു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് പൊതുവായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച തൃശൂർ ജില്ലയിലെ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴിയും ചേരുന്നു. അശ്വിൻ, ഈ പാലക്കാട് ഏർപ്പെടുത്തിയ പോലെ നിയന്ത്രണങ്ങൾ തൃശൂരിലും വേണ്ടി വരുമോ? എന്താണ് നിലവിൽ ജില്ലയിലെ സാഹചര്യം? തീരദേശ മേഖലയിലെ അവസ്ഥയും എങ്ങനെയാണ്? വേണു, പാലക്കാട് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അതേപടി തന്നെ തൃശ്ശൂരിലും ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വിദൂരമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തൃശ്ശൂരിന് ഇതുവരെ പരിചിതമല്ലാത്തൊരു കാലാവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ 2 ദിവസമായി ജില്ല കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഇന്നലെ വെള്ളാനിക്കരയിൽ രേഖപ്പെടുത്തിയ ചൂട് 39.9 ആയിരുന്നു. അത് ഇന്ന് രാവിലത്തെ അളവിലേക്ക് വരുമ്പോൾ അത് 40 കടന്നു, 40.2 കടന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് ഇന്നലെ മാത്രം 5 മുതൽ 5.5 വരെ പോയിന്റിലേക്ക് ചൂട് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന ചൂടായിരുന്നു അത്. ഇന്ന് അതിലും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. വരുന്ന 4 ദിവസം കൂടി സമാനമായ അവസ്ഥയോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ചൂട് ഉയരാനോ ഉള്ള സാധ്യതകളാണ് ജില്ലാ ഭരണകൂടം അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണം, ജനങ്ങൾ സ്വയം നിയന്ത്രണത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതായത് ഒരു തരത്തിലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സ്വയം നിയന്ത്രണമെടുത്ത മുൻകരുതലുകൾ വേണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പുറത്തേക്ക് ഇറങ്ങിയാൽ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ചൂടിനെ മറികടക്കാനുള്ള ഉപാധികൾ കയ്യിൽ കരുതണം. വെള്ളവും കുടയും ഒന്നുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ടു വേണം പുറത്തേക്ക് ജനങ്ങൾ ഇറങ്ങാൻ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് ക്രമാതീതമായ അനുദിനം ചൂട് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതിനിയും മുന്നോട്ടും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ എന്താകും അവസ്ഥ എന്നുള്ളത് പ്രവചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് തൃശ്ശൂരിലുള്ളത്. എന്തായാലും മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടവും DMOയും ഒപ്പം ഫയർ ആൻഡ് റെസ്ക്യൂവും പോലീസും എല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും തണ്ണീർപ്പന്തലുകളടക്കം കൂടുതലായി ക്രമീകരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ജനങ്ങളെ സംബന്ധിച്ച് പൊതുനിരത്തിൽ പല ആവശ്യങ്ങൾക്കും ഇറങ്ങുന്ന ജനങ്ങളെ സംബന്ധിച്ചത് ഉപകാരമാണ്. എങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്തിറങ്ങുമ്പോൾ അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. തീരദേശ മേഖലയിലും അവസ്ഥ പരിതാപകരമാണ്. വേണം. ശരി, അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് ഹരികൃഷ്ണനും ചേരുന്നു വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ആലപ്പുഴയിലും വലിയ ചൂടാണ്. എന്താണ് നിലവിൽ ജില്ലയിലെ സാഹചര്യം? കൂടാതെ കുട്ടനാട് ഭാഗത്ത് ജലക്ഷാമവും രൂക്ഷമാണെന്ന് പറയുന്നു. എന്താണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം? കഴിഞ്ഞ കുറെ നാളുകളായി ജില്ലയിൽ ചൂട് ഒരേ നിലയിൽ തന്നെയാണ്. ഏകദേശം 37°C ചൂട് ആണ് നിലനിൽക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ആലപ്പുഴ ജില്ല അതിരൂക്ഷമായ അന്തരീക്ഷ താപനില ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ കുടിവെള്ളക്ഷാമം കൂടി രൂക്ഷമാകുന്നത്. പ്രത്യേകിച്ച് ഈ ആലപ്പുഴയുടെ കുട്ടനാടൻ മേഖലകളിൽ അതിരൂക്ഷമായ കുടിവെള്ളം, ശുദ്ധജലം ലഭിക്കാത്തൊരവസ്ഥ കൂടി ഉണ്ടെന്നുള്ളതാണ്. ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ ഈ വില കൊടുത്താണ് ഈ കുടിവെള്ളം വാങ്ങിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഈ തണ്ണീർമുക്കം ബണ്ട് തുറന്നതോടുകൂടി ഈ ഓരുവെള്ളം കയറിയിരിക്കുകയാണ്, ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനുള്ളൊരു വെള്ളമില്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് ഈ കുട്ടനാട്, ഈ കൈനഗിരി മേഖലകളിൽ പോകുന്നത്. ഏതാണ്ട് ഒരു പഞ്ചായത്തിലെ 15 വാർഡുകളിലെ ആളുകൾ കുടിവെള്ളമില്ലാതെ കഴിയുകയാണ്. ഈ വെള്ളത്തിനാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത്. അതുപോലെ വാങ്ങിക്കാൻ ഉള്ള ഒരു അവസ്ഥ കൂടിയല്ല. അത് മാത്രമല്ല, വില കൊടുത്തു വാങ്ങേണ്ട ഒരു സാഹചര്യം അങ്ങേയറ്റം ദുസ്സഹനീയമായ ഒരു അവസ്ഥയാണ്. അതിന്റെ കൂട്ടത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി വരുമ്പോൾ അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ശരി, ആലപ്പുഴയിലും കൊടും ചൂട് തുടരുന്നു. കുട്ടനാട്ടിലടക്കം ശുദ്ധജലക്ഷാമവും. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.